ഇത്ര ക്വാണ്ടിറ്റിയിൽ എവിടെയും ഭക്ഷണം കിട്ടില്ല. 50 റുപ്യക്ക് ഇവിടെ പെരിന്തമണ്ണാടിയിൽ എവിടെയും ഭക്ഷണം കിട്ടില്ല, ബിരിയാണി കിട്ടൂല. അവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിന് മാത്രം പ്രത്യേകത. അത് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകാർ അത് അസൂയപ്പെടാനേ പറ്റുള്ളൂ. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ EMS ആശുപത്രിയോട് ചേർന്നിട്ടുള്ള സൈദലവിയുടെ തട്ടുകടയിലാണ്. ഡയാലിസിസ് രോഗികൾക്ക് ഭക്ഷണം ഫ്രീ എന്ന ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു തട്ടുകടയിലേക്ക് എത്തിയത്. ഈ തട്ടുകടയിൽ വിളമ്പി നൽകുന്നത് കാരുണ്യത്തിന്റെ സ്നേഹത്തോടെയുള്ള വേറിട്ട രുചി തന്നെയാണ്. ഡയാലിസിസ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വർഷങ്ങളായി സൗജന്യമായി തന്നെയാണ് സൈദലവി ഭക്ഷണങ്ങൾ വിളമ്പി നൽകുന്നത്. ഒരു കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടാവുന്നതിലൂടെ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത താളം തെറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സൗജന്യമായി ഡയാലിസിസ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൈദലവി ഭക്ഷണങ്ങൾ വിളമ്പി നൽകുന്നത്. 14 വർഷത്തോളമായി പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് എതിർവശത്തായി റിയാൻ തട്ടുകടയിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വേറിട്ട രുചിയാണ്. അമ്മിനിക്കാട് ആലിക്കാപ്പറമ്പ് സ്വദേശി 48-കാരനായ സൈദാലിക്കയുടെ ഈ കട നാട്ടുകാർക്കും ചികിത്സ തേടിയെത്തുന്നവർക്കും കാലങ്ങളായി സുപരിചിതമാണ്. ഡയാലിസിസ് രോഗികൾക്ക് ഏതു സമയത്തും ഇവിടെ ഭക്ഷണം സൗജന്യമാണ്. ഡയാലിസിസ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം വിളമ്പി നൽകുന്ന സൈദലവി നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാവുകയാണല്ലോ ഇത്തരം പ്രവർത്തനം. കാരണം ഒരു കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടാവുന്നതിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രത താളം തെറ്റുകയാണല്ലോ. അപ്പോൾ ഇത്തരം ഒരു നല്ല പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിവിടെ കച്ചവടം തുടങ്ങിയിട്ട് 14 കൊല്ലം കഴിഞ്ഞു. അന്ന് പോലെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് ആരും അറിയപ്പെട്ടിരുന്നില്ല. നമ്മൾ ചിലരോട് ചോദിച്ച പോലെ കൈമ്മ കെട്ട് കാണുമ്പോൾ അതുപോലെ ആന്ന് പറയുമ്പോൾ വാങ്ങൂല. ഇപ്പോൾ ബോർഡ് വെച്ചപ്പോൾ ആളിഷ്ടം പോലെ വരുന്നുണ്ട്. ഒരു 15 ആൾ, ചില ദിവസം 10 ആൾ. അത് വരുന്നവർക്കൊക്കെ റെഡിയാണ്. നല്ല നല്ല പ്രതികരണമാണ്. കാരണം വെച്ചാൽ ആഴ്ചക്ക് ചെറിയ ചിലവർക്ക് എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് നല്ല ആശ്വാസമാണ്. ഈ നാട്ടിൽ നിന്ന് പിരിവിട്ടിട്ടും ഓരോ സംഘടന കൊടുത്തിട്ടും ഒക്കെ അല്ലേ വരുന്നത്. തട്ടുകടയുടെ മുൻപിൽ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഭക്ഷണം ഫ്രീ എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ദിനം പ്രതി 20-ലധികം രോഗികൾ സൗജന്യ ഭക്ഷണം തേടി കടയിലെത്തുന്നു. സൈദാലിക്കയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഭക്ഷണപ്രേമികളും പിന്തുണയുമായുണ്ട്. ഈ സ്നേഹത്തിന്റെ രുചി അറിഞ്ഞവരും നിരവധിയാണ്. പിന്നെ ഞങ്ങൾക്ക് അവർ കിട്ടേണ്ട പൈസ നമ്മൾ കൊടുക്കണം, നല്ലതല്ലേ? ഡയാലിസിസ് കൊടുക്കണം, ഫ്രീ ആയി കൊടുക്കണം, നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങോട്ട് വന്നത് കണ്ടപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വന്നാണ്. ഇവിടെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ഇവിടെ തന്നെ ഏറെ കഴിക്കൽ. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഹോസ്പിറ്റലത്തെ ഡയാലിസിസ് വരുന്ന പേഷ്യൻസിന് ഇവിടെ ഫുഡ് ഫ്രീ ആണ്. ഉച്ചക്കോൽക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ബിരിയാണി കഴിക്കാനായിട്ട് മെയിനായിട്ട് വരാറ്. 50 രൂപേൻ്റെ ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. പിന്നെ ഡയാലിസിസ് പേഷ്യൻസിന് ഇവിടെ ഫ്രീ ആണ് ഫുഡ്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കണത് കുറച്ച് ചുരുങ്ങി കഴിക്കണം ഇവിടെ ഭക്ഷണം കഴിക്കണത്. അത് അവർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന നല്ലൊരു കാര്യമില്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും പിടിക്കുന്നതൊക്കെ. അതുകൊണ്ട് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഈ ഡയാലിസിസ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇയാൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അതിൽ കൂടി ഇങ്ങനെ ആഴ്ച നടക്കണമല്ലൊക്കെ അല്ലേ, അവരൊക്കെ വിളിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവരൊക്കെ വരികയാണെങ്കിൽ തന്നെ അവർക്കൊന്നും പൈസ ഒന്നും മേടിക്കില്ല, ഭക്ഷണം കൊടുക്കും. കാശാവില്ല മൂപ്പര് മെയിന് കൊടുക്കില്ല. മൂപ്പര് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം വേണ്ടി വെച്ചാൽ അത് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പിന്നെ ഡയാലിസിസ് ഇപ്പോൾ കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് മൂപ്പര് കുറച്ച് കാലമായി ഡെയിലി 20-25 ആളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഡയാലിസിൻ്റെ ഇതിൻ്റെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. ഇവിടെ കുറേ കാരണന്മാർ വരുന്നുണ്ട്. വയസ്സായ 60 വയസ്സ് 70 വയസ്സായ ആൾക്കാർ. അവർക്കൊക്കെ ചായ ഫ്രീ ആണ്. പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ചായയും ഭക്ഷണവും പണ്ടേ കൊടുക്കണതാണ്. ഇത് പിന്നെ തുടങ്ങിയതാണ്. അന്നേ മുതൽ ഓൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളാണ്. കേരളം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇവിടെ ഡയാലിസിസ് അല്ല. ചില സ്ഥലത്ത് ക്യാൻസർക്ക്, ചിലർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിന് മാത്രം പ്രത്യേകത. അത് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകാർ അത് അസൂയപ്പെടാനേ പറ്റുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ എന്താ, പാവപ്പെട്ടനെ ചേർത്ത് പിടിക്കുക, അതാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതുപോലുള്ള ആൾക്കാർ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാനുള്ളൂ. ഡയാലിസിന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടണത്. പിന്നെ ഇത്ര ചെറിയൊരു പൈസയിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ എവിടെയും ഭക്ഷണം കിട്ടില്ല. 50 റുപ്യക്ക് ഇവിടെ പെരിന്തമണ്ണാടിയിൽ എവിടെയും ഭക്ഷണം കിട്ടില്ല, ബിരിയാണി കിട്ടൂല. നമുക്കിപ്പോൾ പുറത്തുനിന്ന് എവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 80 രൂപ 90 റുപ്യ കൊടുക്കണം. ഇവിടെ 50 റുപ്യക്ക് ഒരു ചിക്കൻ പീസും ആവശ്യത്തിന് റൈസും കിട്ടുന്നുണ്ട്. എല്ലാവരും കണ്ട് മാതൃകയാക്കേണ്ട കാര്യമാണ് ഡയാലിസിസിൻ്റെ കാര്യം. അത് നല്ലൊരു കാര്യം തന്നെ. ഫ്രീ ആയിട്ടാണല്ലോ ഫുഡ് കൊടുക്കുന്നത്. അത് എവിടെയും കാണാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ മുതലെടുക്കാനാണ് നോക്കുക. ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഹോട്ടലൊക്കെ ഇടുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരെ നല്ലൊരു കാര്യം തന്നെയാണ്. രോഗം ഒരു മനുഷ്യന്റെ ജീവിതതാളം തന്നെയാണ് തെറ്റിക്കുന്നത്. എന്നാൽ അവർക്ക് താങ്ങായി സൈദാലിക്കയെ പോലെ 100 കണക്കിന് മനുഷ്യരുണ്ടാകുമ്പോൾ ഈ നാട് എങ്ങനെ തളർന്നു പോകാനാണ്? ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.